പോളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അത് അപ്പം തന്നെ മുഹമ്മദ് ക നല്ലൊരു റെഡ് പോളോ, അടിപൊളി വണ്ടിയാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 65 രൂപയ്ക്ക് കൊടുക്കാം. 65 രൂപ. AC പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടി കേട്ടോ. വെറും 80 രൂപയ്ക്ക് തരാം. 7 സീറ്റിലൊരു വണ്ടി തരാം. 2 ലാഖിന് താഴെയായിട്ട് 1,85,000 രൂപയ്ക്ക് അടിപൊളി 7 സീറ്റ് വണ്ടി. വെറും 1,85,000 രൂപയ്ക്ക് എവിടെ കിട്ടും ഈ ഒരു ഈക്കോ? വെറും 99,000 രൂപയ്ക്കാണ് ഇവിടെ നല്ലൊരു SX4 വിൽക്കുന്നത്. 22 മോഡൽ 22 മോഡൽ i20 സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ 10 വർഷമായിട്ട് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എടുത്ത് പറഞ്ഞൊരു കണ്ടീഷനാണ്. അടിപൊളി നല്ലൊരു അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ലോട്ടഡ് ആയിട്ട് തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. ഈ വീഡിയോ വരുന്ന ആൾക്ക് ഈ 28ന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് 4,30,000 വരും. അത്യാവശ്യം 85 PS ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ. നമുക്കൊരു ഫുൾ എമൗണ്ടിൽ ഒരു വണ്ടി നോക്കുന്ന, ഒരു ഡീസൽ വണ്ടി നോക്കുന്ന, SUV നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നു. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെക്കൻഡ് ചോയ്സിലാണ്. കാലിക്കറ്റ് പാവങ്ങാടാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 12ന്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അങ്ങനെ നമ്മളിതാ മുഹമ്മദ് ക നമ്മുടെ കൂടെ ഉണ്ട്. സെക്കൻഡ് ചോയ്സിൽ ഫെബ്രുവരി മാസമാണ്, മന്താണ്. അതുപോലെ തന്നെ ഈ ഒരു മാസം അവസാനമായിട്ട് കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്നുള്ളപ്പോൾ കുറേ കളക്ഷൻസ് കാണിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് മുഹമ്മദ് ക? നമ്മളെ ഫെബ്രുവരി 14 വീഡിയോ അടിപൊളിയായിരുന്നു. അതെ, അതിൽ ഒരുപാട് എൻക്വയറി പോളോക്ക് വന്നു, കൊടുത്തു. അതിൽ ഒരാൾ വന്നിട്ട് ഡെലിവറി എടുത്തു. അപ്പൊ അതിൽ കുറെ എൻക്വയറീസ് കണ്ടു, പോളോ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ റൈറ്റിലുള്ള ഒരു പോളോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മാസം ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത അതിലത്തെ പോളോ ആയിരുന്നു. ആ പോളോയ്ക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ പോളോ അൺഫോർച്ചുനേറ്റ്ലി സോൾഡ് ഔട്ട് ആയി. നമ്മൾ വീണ്ടും കൊണ്ടുവന്നു. അതെ, ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അത് അപ്പം തന്നെ മുഹമ്മദ് ക നല്ലൊരു റെഡ് പോളോ 16 ഹൈലൈൻ ആട്ടോ. അതിൽ വെച്ചത് GT 16 ആയിരുന്നു. നമ്മൾ അത് അന്ന് 6.5 ഇട്ടിരുന്നത്. നമ്മൾ ഇത് ഹൈലൈൻ 2016 മോഡല് വെൽ കണ്ടീഷൻ വണ്ടി. നമ്മൾ ഇതിന് 5,40,000 രൂപയ്ക്ക് നെറ്റ് ആക്കി തരാം. 5,40,000 നെറ്റ് ആണ് അല്ലേ? ഡീസലിൽ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഡീസൽ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, ഹൈലൈൻ ആണ്. 5,40,000 നെറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇതിൽ ഇനി ഒരു കുറക്കലും ഇല്ല. നമ്മൾ നെറ്റ് ആക്കിയിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും അതാ പറയില്ല. നമ്മളിപ്പോ ആസ്കിംഗ് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ കണ്ടുവരുന്ന ആൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ആയിട്ടുള്ള കാര്യമുള്ളൂ. ഓഫർ വീണ്ടും പറയാണ്. ഫെബ്രുവരി ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക. ഓക്കെ, പിന്നെ എങ്ങനെ ഇപ്പൊ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ഫയൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 5 രൂപ വരെ ചെയ്ത് കൊടുക്കാം. 5 വരെ കൂടുതൽ കിട്ടുമെന്നുള്ളത് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 5 ലക്ഷം വരെ ലോൺ കിട്ടുന്ന നല്ലൊരു വണ്ടിയും കൂടിയാണ്. വെറും ഏകദേശം ഒരു 30,000-40,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പോളോ ആണ്. റെഡ് കളറാണ് വന്നിരിക്കുന്നത്. നേരെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളൊക്കെ താഴെ നോക്കിയാൽ മതി. അടുത്ത വണ്ടി നെക്സ്റ്റ് ഒരു പുതിയൊരു വണ്ടി നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന സിംഗിൾ ഓണർഷിപ്പ് i20 സ്പോർട്സ് മാനുവൽ ട്രാൻസ്മിഷൻ 22 മോഡൽ. 22 മോഡൽ i20 സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, പേപ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു 37 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാ പ്രൈസ്? 8,20,000 ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു. 8,20,000 ഫുൾ എമൗണ്ട് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഏകദേശം 0 ഡൗൺ പേയ്മെന്റ് നല്ല സിവിൽ സ്കോർ 600 മേലെ വേണം. അത് സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നില്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വൈറ്റ് i20 ആണ്, സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത വണ്ടി നെക്സ്റ്റ് ഒരു മോഡൽ കൂടിയ i10 സിംഗിൾ ഓണർഷിപ്പ് 44,000 കിലോമീറ്ററോടെ വെൽ കണ്ടീഷൻ വണ്ടി. സ്പോർട്സ് എന്നുള്ള വേരിയന്റിൽ വരുന്ന i10 15 മോഡലാണ്. പക്ഷേ വന്നിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,65,000 തരാം. ഇതിന് നമുക്ക് ലോണ് 2.25 ലോൺ അവൈലബിൾ ആണ്. 2.25 വരെ ലോണും കിട്ടും. ഒരു 40 രൂപ ഒക്കെ 35-40 ഉണ്ടെങ്കിൽ നമുക്കിത് ഇറക്കി കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ 10 വർഷമായിട്ട് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു i10 ആണ്. ലോണും അത്യാവശ്യം നല്ല ഏകദേശം ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഗ്ലാൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഇതിനൊരു സ്പെഷ്യൽ റൈറ്റ് കൊടുത്തിട്ട് ചെയ്യാണ്. 7 ലക്ഷം രൂപയ്ക്ക് 2019 CVT ബി എന്നുള്ള വേരിയന്റിൽ CVT വരുന്ന ഓട്ടോ ഗിയർ സിസ്റ്റം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ 51,000 കിലോമീറ്റർ വണ്ടി 7 ലക്ഷം രൂപയ്ക്ക് വരാം. ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. CVT ട്രാൻസ്മിഷൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണ്. ഇപ്പോൾ നല്ല ഓഫർ ലൈനാണ് പിടിച്ചിരിക്കുന്നത്. എമൗണ്ട് ലോണും ചെയ്തു, ലോണും കിട്ടും അല്ലേ? ഫുൾ എമൗണ്ട് നമുക്ക് ലോണും കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഗ്ലാൻസ. അടുത്ത് നെക്സ്റ്റ് ഒരു അടിപൊളി വാഹനം 26,000 കിലോമീറ്റർ ഓടിയ ക്രെറ്റ പെട്രോൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഡീസലായിരുന്നു. അത് പോയി. 11 ലക്ഷം രൂപയ്ക്ക് അത് കൊടുത്തു. പുതിയ ക്രെറ്റ. ഇത് അടിപൊളി വണ്ടിയാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. നമുക്ക് വാറണ്ടി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അതിൽ ആഡ് ചെയ്ത് തരാം.
നല്ല ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്ന വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ക്വാളിറ്റി വണ്ടി. 16 മോഡൽ 2016 സെക്കൻഡ് ഓൺഷിപ്പ് 26,000 ജെന്യൂൻ കിലോമീറ്റർ 26,000 ഓടിയിട്ടുള്ളൂ. എങ്ങനെയാ പ്രൈസിങ് ലാസ്റ്റ്? 7 ലക്ഷത്തിന് കൊടുക്കാം. 7 ലക്ഷം 7 വരെ ലോൺ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, മാക്സിമം നോക്കാം. ഓക്കെ, വണ്ടി ഹെവി ക്വാളിറ്റി ഉള്ള വണ്ടി, SX എന്നുള്ള ഫുൾ ലോഡ് വണ്ടി. XX വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ക്രെറ്റും കൂടി അവൈലബിൾ ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡീസലാണ്, ഇപ്രാവശ്യം ആണെങ്കിൽ പെട്രോളാണ് കാണിച്ചിരിക്കുന്നത്. 2016 മോഡലാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ കുറച്ച് ലോ ബഡ്ജറ്റ് കാറ്റഗറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുഹമ്മദ് അവിടെ ആൾട്ടോ 2027 വരെയുള്ള വണ്ടി വെറും 65 രൂപയ്ക്ക് കൊടുക്കാം. 65 രൂപ AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് വണ്ടി 2027 വരെ പേപ്പർ ഫിറ്റ് ഉള്ള ഫിറ്റ്നസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അടുത്ത 2010 വണ്ടി തരാം, വെറും 80 രൂപയ്ക്ക് തരാം. 80 രൂപയ്ക്ക് ഫസ്റ്റ് കാണിച്ച 65,000 രൂപ, ഇവിടെ 80,000 രൂപ. 1 ലക്ഷത്തിന്റെ താഴെ എത്രത്തോളം വണ്ടികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 99 രൂപയ്ക്ക് സ്പെഷ്യൽ റേറ്റ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം SX4 ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇതിന്റെ പ്രൈസിങ് എത്രയാണെന്നുള്ളത്. ഇപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാണ്? 99 രൂപ, 65,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. വെറും 99,000 രൂപയ്ക്കാണ് ഇവിടെ നല്ലൊരു SX4 വിൽക്കുന്നത്. ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ആ ഒരു മോഡൽ തന്നെ ഉണ്ടായിരുന്നു. ഫുൾ ലോഡ് വണ്ടിയാണ്. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് പറയുന്നില്ല. അടുത്ത വണ്ടി ഇതും ഒരു സ്പെഷ്യൽ റേറ്റിൽ ഫുൾ എമൗണ്ട് ലോൺ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഫുള്ള് ലോണും ചെയ്തു തരാം. ജാസ് 2015 മോഡല്, നോർമൽ മാർക്കറ്റ് റേറ്റ് ഒരു 4 lakh എബോ വരുന്നുണ്ട്. ഇത് നമ്മൾ 2,95,000 തരാം. കാരണം എ ലെവല് ഫ്ലഡില് അവർ ആക്കിയതാണ്. വേറെ മേജർ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാം, നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. ഒരു ജാസ് 2,02 സംതിങ് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫ്ലഡ് എഫക്റ്റഡ് ആണ്. അതും ലെവൽ എ അല്ലേ? ലെവൽ എ ആണ്. ലെവൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ലെവലാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വരിക, ചെക്ക് ചെയ്യുക, കൊണ്ടുപോവുക. കമ്പനി കാണിച്ച എടുത്താൽ മതി. അതെ, കമ്പനി കാണിച്ചിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അവർക്ക് റാമ്പിലൊക്കെ ഇട്ട് നോക്കാം ഫുള്ള് കാര്യങ്ങളും. പിന്നെ എന്തെങ്കിലും ഒരു ECM സെക്ഷൻ ഒക്കെ വേണമെങ്കിൽ കഴിച്ചു നോക്കാം. വെള്ളം കയറിക്കണോ ആ സെക്ഷൻ. അപ്പോൾ നമ്മൾ പറയുന്നത് പ്ലാറ്റ്ഫോം ലെവലാണ്. അത് അവർ വെരിഫൈ ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതെ, 2,95,000 വണ്ടി തരാം. അത്ര തന്നെ ഫുൾ എമൗണ്ട്. ഇതിപ്പോ എനിക്ക് വേണ്ടതിന് ലോൺ 3,4-3.5 വരെ ലോൺ ചെയ്യാം. ഫുൾ എമൗണ്ട് സ്വന്തമാക്കാം. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മള് ഒരു ഈക്കോയിലേക്ക് വന്നില്ലേ? 13 മോഡൽ 2013 7 സീറ്റിൽ ഒരു വണ്ടി തരാം. 2 lakhന് താഴെയായിട്ട് 1,85,000 രൂപയ്ക്ക് അടിപൊളി 7 സീറ്റ് വണ്ടി. വെറും 1,85,000 രൂപയ്ക്ക് എവിടെ കിട്ടും ഈ ഒരു ഈക്കോ? അത് മൾട്ടിപർപ്പസ് ആണ്, ഫാമിലി യൂസ് ചെയ്യാം. എല്ലാം ഓക്കെ. 2028 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടിയാണ്. വരിക, ചെക്ക് ചെയ്യുക. ഈക്കോ ഒന്നും ഈ പ്രൈസിന് എവിടെയും കിട്ടൂല കേട്ടോ. അടുത്ത് 2015 മോഡൽ ZDI ഫുൾ ഓപ്ഷൻ ഡീസൽ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി. സിയാസ് നമുക്കിത് മാക്സിമം റൈറ്റ് നെറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ 5,90,000 കൊടുക്കാം. 5-5.25 വരെ ലോണും ചെയ്തിടാം. ഡീസൽ ആണ് കേട്ടോ. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഫുൾ ലോഡ് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എടുത്ത് പറഞ്ഞ വണ്ടിയാണ്. നമ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അടുത്ത വണ്ടി അടുത്ത നല്ലൊരു ഓട്ടോമാറ്റിക് സെഡാൻ നോക്കുന്ന ആൾക്ക് സിംഗിൾ ഓൺഷിപ്പ് 64,000 കിലോമീറ്റർ ഓടിയ 2014 മോഡൽ SX80 തരാം. 1.6 എഞ്ചിൻ വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി. നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഇവിടെ വെർണയാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം 1.6 എഞ്ചിൻ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, അതും നോക്കേണ്ട ഒരു കാര്യമാണ്. കിലോമീറ്ററും കുറവാണ്. അത് ഓടിയാത്ത ഒരു കിലോമീറ്റർ ആണ്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി കൂടിയാണ്. ലാസ്റ്റ് എത്ര പറഞ്ഞത്? 4,85,000 കൊടുക്കാം. ലോൺ നമുക്ക് 4,25 വരെ ലോണും 4,4 വരെ ലോണും കിട്ടും. ഏകദേശം ഒരു 60,000 രൂപ നല്ലൊരു വണ്ടി. അടുത്ത കിടിലൻ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റ് കവറൊക്കെ ചെയ്ത് വെൽ കണ്ടീഷൻ വണ്ടി. അതെ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 2011 മോഡൽ വെൻഡോ പെട്രോൾ ആണ്. ധൈര്യമായിട്ട് എടുക്കാം. ഡീസൽ എല്ലാം മെയിൻ്റെനൻസ് കുറയും. അടിപൊളി നല്ലൊരു അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ലോഡഡ് ആയിട്ട് തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പുള്ള നല്ലൊരു അടിപൊളി വെൻഡോ ആണ്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 2,95,000 കൊടുക്കാം. 2.5 വരെ ലോണും ചെയ്തിടാം. 2.5 വരെ നമുക്ക് ലോണും കിട്ടും. 295 ആണ്. അതിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡിംഗ് ആട്ടോ ഈ അലോയ് വീല് കാര്യങ്ങളൊക്കെ. അലോയ് വീൽസിന് തന്നെ എത്ര വില ഉണ്ട്? നമുക്ക് ഒരു നല്ല 40 ഉണ്ട്, റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി തന്നെയാണ് ഈ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ. അടുത്ത നെക്സ്റ്റ് 13 മോഡല് ഒരു ഡീസൽ വെഹിക്കിൾ തരാം. മൈലേജ് ഉള്ള 3.25 ലക്ഷം രൂപയ്ക്ക്. 3.25 വീണ്ടും ഒരു മൈലേജ് കിട്ടുന്ന ഒരു 2.5 ലക്ഷം വരെ ലോണും ചെയ്തു തരാൻ പറ്റും. ഒരു 75 രൂപ ഉണ്ടെങ്കിൽ അടിപൊളി ഡീസൽ വെഹിക്കിൾ വെർണ അവൈലബിൾ ആണ്. ഡീസൽ വെഹിക്കിൾ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡീസൽ ആയതുകൊണ്ട് ഏകദേശം എത്ര മൈലേജ് കിട്ടും? 17-18 ആ ഒരു റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള തന്നെയാണ്. എത്ര പറഞ്ഞ റേറ്റ്? 3,25,000. 3.25. അടുത്ത നമ്മളൊരു ഹോണ്ടന്റെ 16 മോഡൽ SMT വരുന്നത്
പെട്രോൾ SMT എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് 45,000 ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി. നമുക്കിപ്പോൾ ലോൺ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും. 65 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം. 4,65,000 വണ്ടി കൊടുക്കാം. 4,65 വണ്ടി കൊടുക്കാം. ഓക്കെ, ഏകദേശം 4 അടുത്ത് നമുക്ക് ലോൺ കിട്ടുന്ന നല്ലൊരു സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നല്ലൊരു ജാസാണ്. അടുത്ത നെക്സ്റ്റ് വരുന്നത് ഡിസയർ ആണ്. ഇത് ബുക്ക്ഡ് ആണ്. ഇതൊക്കെ ബുക്ക്ഡ് ആണ്. ഇത് RS ഒക്കെ അന്ന് നമ്മൾ കഴിഞ്ഞ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ വീഡിയോയിൽ വന്നിട്ട് ബുക്ക് ചെയ്തതാണത്. അടുത്ത് നമുക്ക് 3 lakhന് താഴെയുള്ള ഒരു ഡിസയർ 3 lakh ഓഫർ ആയിട്ട് കൊടുത്താലോ? 3.5 വരുന്ന ഡിസയർ VXI 2,95,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 78,000 കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി. 2,95,000 വരാം. ഇതിന് എനിക്ക് തോന്നുന്നു 2.25 വരെ ലോണും ചെയ്യാൻ പറ്റും. ഏകദേശം 2027 പേപ്പറുണ്ട്. 2.95 നല്ലൊരു ഡിസയർ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത മറ്റൊരു ഡിസയറും കൂടിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. അടുത്ത് കിഡ് റെനോ കിഡ് 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 72,000 അതും 1 ലിറ്റർ ആണ്. 800 അല്ല, 1 ലിറ്ററിൽ വരുന്ന വണ്ടി. 1000 cc വരുന്ന വണ്ടി. RXL എന്നുള്ള മിഡിൽ ഓപ്ഷൻ. RXL ഓക്കെ, മിഡിൽ ഓപ്ഷനിൽ നല്ലൊരു റെനോ കിഡ് അവൈലബിൾ ആണ്. 2,45,000 നമുക്ക് ലോണ് 2.25 വരെ ലോൺ കൊടുക്കും. അപ്പോൾ എന്തായാലും ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. 1 ലിറ്റർ വണ്ടി, നല്ലൊരു വണ്ടിയാണ്. അടുത്തത് സെലേറിയോ, ഒരു ക്ലീൻ ആൻഡ് നീറ്റ് പുതിയ സ്റ്റോക്കിൽ വന്ന ഒരുപാട് കളക്ഷൻസിൽ മറ്റൊരു വണ്ടിയാണ് സെലേറിയോ. 2017 മോഡൽ VXI സിംഗിൾ ഓണർഷിപ്പ് 43,000 കിലോമീറ്റർ ഓടി. 17 വണ്ടി എത്ര കിലോമീറ്റർ? 45,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് 3.5 വരെ ലോൺ ചെയ്തെടുക്കാം. 3,90,000 വണ്ടി വരാം. 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം. ഓക്കെ, നല്ലൊരു വണ്ടി. വീണ്ടും ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ലൊരു സെലേറിയോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 2018 മോഡൽ വാഗ്നർ തരാം. 3,85,000 തരാം. 2018 VXI മാനുവലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 3,85,000 വണ്ടി തരാം. ഇത് നമുക്ക് ലോണും 3.5-3.60 വരെ ലോണും കിട്ടും. ഇപ്പോൾ ഒരു 10-25 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റും. നല്ലൊരു വാഗ്നറാണ്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയും കൂടിയാണ്. VXI ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പും കൂടിയാണ്. വാഗ്നർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത് നെക്സ്റ്റ് ഒരു ചാൻസ് റൈറ്റിൽ ഒരു സ്വിഫ്റ്റ്, അതും റെഡ് കളറിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2018 മോഡൽ LXI. ഈ വീഡിയോ കാണുന്ന വരുന്ന ആൾക്ക്, ഈ 28ന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് 4,30,000 വരാം. വെറും 4.30 നല്ലൊരു LXI സ്വിഫ്റ്റ് കിട്ടും. 650 സിവിൽ സ്കോർ ഉള്ള ഒരാൾക്ക് നമ്മൾ ആ എമൗണ്ട് ലോണും ചെയ്തു തരും. അതെ അല്ലേ? യെസ്. നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നല്ല ഇതിൽ തന്നെ ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു സ്വിഫ്റ്റ് ആണ്. ഈ ഒരു ഓഫർ പറയുന്നത് ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് കേട്ടോ, അത് നോട്ട് ചെയ്യുക. അടുത്ത് നെക്സ്റ്റ് 2017 മോഡൽ I20 സ്പോർട്സ് പെട്രോൾ ആണ്. 4,65,000 വണ്ടി തരാം. എനിക്ക് തോന്നുന്നത് ഇതിന് 4.5 വില ലോൺ ചെയ്യാൻ പറ്റും. ഓണർഷിപ്പ് എങ്ങനെയാ? സെക്കൻഡ് ഓണർഷിപ്പ്. 71,000 കിലോമീറ്റർ ഓടിയ വെൽ നീറ്റ് ആണ്, റീപ്ലേസ്മെന്റ് ഇല്ല. അടിപൊളി വണ്ടി. ഓക്കെ, നല്ല കാര്യം. നല്ലൊരു I20 കൂടി അവൈലബിൾ ആണ്. I20 വേറെ സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മോഡൽ കൂടിയുണ്ട്. ഓക്കെ. അടുത്ത് നെക്സ്റ്റ് ഒരു ഷെവർലെ ബീറ്റ്. ഷെവർലേന്റെ നല്ലൊരു ബീറ്റ്. പേടിക്കണ്ട, ഡീസൽ അല്ല, പെട്രോൾ ആണ്. പെട്രോളോട്ട് വരുമ്പോൾ 1.2 എഞ്ചിൻ വരും. നമ്മളെ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം പവർ വരും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2015 രജിസ്റ്റേർഡ് വണ്ടി കേട്ടോ. ഇത് നമ്മൾ 1,65,000 തരാം. 1,65,000. ഇപ്പോൾ നമ്മളിവിടെ പെട്രോൾ ഡീസൽ നമ്മൾ ഇതിലും കുറച്ചിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. LTZ ഒക്കെ നമ്മൾ വിറ്റത് ഇവിടെ 1,20,000 രൂപയ്ക്കാണ്. അപ്പോൾ ഡീസലാണത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീസലിൽ യാതൊരു വാറന്റി ഒന്നും തരാൻ പറ്റില്ല. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. 15 രജിസ്റ്റേർഡ് വണ്ടി കേട്ടോ. ലോൺ കയറില്ല. റെഡി ക്യാഷിൽ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ കണ്ടീഷൻ വണ്ടിയാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം അത്യാവശ്യം നല്ല അലോയിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു SUV ആയിട്ടാണ്. പുലിക്കുട്ടൻ 14 മോഡൽ ഡസ്റ്റർ. 14 മോഡൽ 2014 മോഡൽ RX E വരുന്ന 85 PS വരുന്ന ഡസ്റ്റർ. അത് നമുക്ക് 3,60,000 കൊടുക്കാം. 3 വരെ ലോണും ചെയ്തു തരാം. ഒരു 60 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു SUV ഇറക്കി കൊണ്ടുപോകാം. ഡീസലാണ്. 85 വരുമ്പോൾ എന്തായാലും നമുക്ക് മൈലേജ് ഉണ്ടോ, മൈലേജ് കിട്ടും. കംപ്ലൈൻസ് കുറവാണ്. 110 ആണ് കുറച്ച് കംപ്ലൈൻസ് കൂടുതലായിട്ട് വരുന്നത്. മൈലേജ് ഉള്ള വണ്ടി. 2014 മോഡൽ നല്ലൊരു ഡസ്റ്റർ ഉണ്ട്. റീസെൻ്റ് ആയിട്ട് വന്ന സ്റ്റോക്കിൽ തന്നെയുള്ളതാണ്. തേർഡ് ഓണർഷിപ്പിലാണുള്ളത്. അത്യാവശ്യം 85 PS ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അതെ, അത്യാവശ്യം നല്ല ലോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. RXC അല്ലേ? ഓക്കെ. അടുത്ത ക്യാപ്ചർ. നമ്മൾ കഴിഞ്ഞ ക്യാപ്ചർ വിറ്റപ്പോൾ ഒരുപാട് എൻക്വയറി വന്നപ്പോൾ നെക്സ്റ്റ് ക്യാപ്ചർ വെച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് ക്യാപ്ചർ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഒരു KL 11 വണ്ടി. സെയിം ഇയറിൽ തന്നെ
സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ഓടിയ അടിപൊളി വണ്ടി. പ്ലാറ്റിനം എന്നുള്ള ഫുൾ ഓപ്ഷൻ പ്ലാറ്റിനം. നമ്മളിത് 6,15,000 കൊടുക്കാം. നമുക്കിത് ഫുൾ എമൗണ്ട് ലോണ് എലിജിബിൾ ആണ്. ചില അത്രയും IDV ഇതിന് 6ന്റെ മുകളിൽ IDV വാല്യൂ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഫുൾ എമൗണ്ടിൽ ഒരു വണ്ടി നോക്കുന്ന, ഒരു ഡീസൽ വണ്ടി നോക്കുന്ന, SUV നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നോളി. 18 മോഡൽ 18 രജിസ്റ്റേർഡ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 30,000 കിലോമീറ്റർ ഓടിയ ഫുള്ളോഡ് വണ്ടി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത മറ്റൊരു വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ട്. നമുക്ക് ഇതും മൈലേജ് എന്തായാലും 18-19 ഒക്കെ മൈലേജ് കയറുന്നുണ്ട്. ആ ഒരു റേഞ്ച് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോൺ കയറുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 4-5 വണ്ടികളുണ്ട്. ഇനി ഇതിൽ വരാനുണ്ട്. നമ്മൾ ഫെബ്രുവരി എൻഡിലേക്ക് കുറെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പൊട്ടിച്ചിട്ട് തന്നെയാണ്, റേറ്റിന് തന്നെയാണ് ഇവിടെ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ താഴെ വെക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ഞാൻ ഒരു 2 സ്റ്റാഫിന്റെ നമ്പറും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. സെയിൽസ് ഇൻഫോ നമ്പറിന്റെ കൂടെ തന്നെ രണ്ട് സീനിയർ സ്റ്റാഫുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ നമ്പർ ഇവിടെ വെക്കുന്നുണ്ട്. വിളിച്ചിട്ട് ആൾക്കാർക്ക് അതിൽ വിളിക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ ജസ്റ്റ് ആയിടാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് വ്യൂ കാണാം. അപ്പോൾ നമ്മൾ ഓഫീസ് ടൈം അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ കോൾ എടുക്കാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പിലേക്ക് ഹായ് നിട്ടാൽ മതി. പിന്നെ നമ്മളൊരു കമന്റ്സിൽ വന്നൊരു ഇത് ഞാനിവിടെ പിൻ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് എന്തോ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ 40 വയസ്സിന്റെ മേലുള്ള എന്നെ എടുക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ പുള്ളിന്റെ ഐഡിയിൽ നോക്കിയപ്പോൾ കാണുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു വേക്കൻസി വെക്കാം. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. നമ്മളിപ്പോൾ ഓരോ ഹയറിംഗ് പോസ്റ്റിലേക്ക് നമ്മൾ യങ്ങേഴ്സിനൊക്കെ എടുക്കുമ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചത് എന്നെ എടുക്കുമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പ്രവാസ ലോകത്ത് നിന്ന് കാര്യം വന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. 40 വയസ്സിന്റെ ഒരു അക്കൗണ്ടന്റ് അങ്ങനെ വേക്കൻസി ഒക്കെ ഞങ്ങൾ തരാം. ഒരു പ്രായമുള്ള ഒരു സീനിയർ, ഇനിയിപ്പോൾ ലേഡി ആണെങ്കിലും ഒരു മെയിൽ ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരു സീനിയർ സ്റ്റാഫിന് ഞങ്ങൾ ഗവനിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. ഞാൻ എൻ്റെ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മളൊരു അക്കൗണ്ട്സിലേക്ക് ഞങ്ങൾ ഇട്ടോളാം. എന്തായാലും വേക്കൻസി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കമന്റ്സ് കണ്ടപ്പോൾ പുള്ളിക്ക് എന്തോ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഒരു വേക്കൻസി അങ്ങനെ കൊടുക്കാം. നല്ല കാര്യം. ഓക്കെ. അപ്പോൾ വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ കോൺടാക്ട് ചെയ്തോളൂ. ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ ആ ഒരു കമന്റിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്കഷൻ നടത്തിയത്. അപ്പോൾ ഇവിടെയുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല പൊട്ടിച്ചിട്ട് റേറ്റിന് തന്നെയാണ് നമ്മൾ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഈവൻ പോളോന്റെ കേസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പോളോക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്ന വണ്ടി ആയിരുന്നായിരുന്നു. വീണ്ടും നമ്മളൊരു പോളം കൂടി കാണിച്ചിട്ടുണ്ട്. വൈൻഡ് അപ്പ് ചെയ്താലോ? നെക്സ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ കാണും വരെ. അതെ, ഗുഡ് ബൈ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.